إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يسري لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിത്യമായ ജാഗ്രത എപ്പോഴും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. പെട്ടെന്നുണ്ടായ മരണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന അപകട മരണങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നെഞ്ഞിന്നൊരു പിടുത്തുണ്ടാകുക. അത് ചിലപ്പോൾ നമ്മുടെ അവസാന നിശ്വാസമായിരിക്കും, നമുക്കറിയുന്നില്ല. മരണവാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു പോയിട്ടുണ്ടാകും, ഇന്നലെ സംസാരിച്ച ആളാണ്, അല്ലെങ്കിൽ മിനിഞ്ഞാത് ഞാൻ ചാറ്റ് ചെയ്ത ആളാണ്, കഴിഞ്ഞ പ്രാവശ്യം ഇന്ന പരിപാടിയിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. പക്ഷെ ഇന്ന് ചിലപ്പോൾ ആ മനുഷ്യൻ്റെ ജനാസംസ്കാരത്തിനായിരിക്കും നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടാകുക. അപ്പം സ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ പെട്ടെന്നുണ്ടാക്കുന്നത് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഭൂമിക്ക് മേലെ വന്ന ഒരാൾ ഭൂമിയിലേക്ക് താഴും, അത് സുനിശ്ചിതമായ സംഗതിയാണ്. ഞാനും നിങ്ങളും എപ്പോഴാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചോളം അടിസ്ഥാനപരമായ സംഗതി എന്താ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടയാക്കരുത്. നല്ല വിഷയമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതി, വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുക? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടയാക്കരുത് കേട്ടോ. അത് വലിയ വിഷയമാണ് സഹോദരന്മാരെ. നമുക്കൊക്കെ ഒരു ആശ്വാസം എന്താണ്? നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, റമദാൻ വന്നാൽ നോമ്പ് വെക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ നമുക്കെന്താ ഇത്ര വലിയ പ്രശ്നം? നമുക്കെന്തെങ്കിലും ദോഷമുണ്ടോ? നമ്മളെല്ലാം ചെയ്യുന്നില്ലേ? പോരാ. എന്താണ് അത്? നമ്മൾ അല്ലാഹുവിൻ്റെ മേലുള്ളൊരു അവകാശവാദം പറയലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വിശ്വാസികളായ ചിലരെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു കാര്യമുണ്ട്. യമുന്നൂന അലൈക നസ്ലമു, യമുന്നൂന അലൈക നസ്ലമു, ഞങ്ങളിതാ വിശ്വാസം സ്വീകരിച്ചു എന്ന കാര്യം അവർ നിന്നോട്, താങ്കളോട് ഒരു ഔദാര്യമായി എടുത്തു പറയുന്നുണ്ട്. കുല്ലാ തമുന്നു അലൈയ ഇസ്ലാമക്കും, പറയ നബിയെ, അതൊരു അടിസ്ഥാനപരമായ ഔദാര്യമായിട്ടൊന്നും നിങ്ങൾ പറയണ്ട. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാനി ഇൻ കുൻതും സാദിഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയൊരു ദാക്ഷിണ്യമാണ് നമ്മൾ മുസ്ലിമായി ജനിക്കുക എന്നുള്ളത്, ഇസ്ലാമിലൂടെ നടക്കുക എന്നുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്ന ഒരു ഔദാര്യമാണ്. അല്ലാതെ നമ്മളിങ്ങനെ മേന്മയിലായിപ്പോയി, നമ്മൾ പള്ളിയിൽ വരുന്ന ആളാണ്, മുഹീദുകളാണ്, തൗഹീദ് നമുക്കുണ്ട്
എന്നുള്ളൊരു ദാക്ഷിണ്യം നമ്മൾ അവകാശപ്പെടേണ്ട, സ്വയം അവകാശപ്പെടേണ്ട. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഔദാര്യമാണ്. നമ്മളെ മുസ്ലിമായി ജനിപ്പിച്ചു, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിപ്പിച്ചു എന്നുള്ളതാണ് അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരന്മാരെ, യഹൂദരെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമുണ്ട്. ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു, ഏ നബിയെ പറയുക, ഏ ജൂതന്മാരെ, ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹി മിൻ ദൂനിന്നാസ്, നിങ്ങൾ അവകാശപ്പെടുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ജനങ്ങളെ മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് അള്ളാഹുവിന്റെ വലികളാണ് എന്നാണല്ലോ നിങ്ങൾ വെക്കാറ്. കാരണം അവരുടെ അവകാശവാദം എന്താ? വഖാലത്തിൽ യഹൂദു വന്നസാറ നഹ്നു അബ്നാഉല്ലാഹി വഹിബ്ബാഹു, ജൂതന്മാരും അതുപോലെ തന്നെ നസ്രാക്കളും പറയാറ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ ഞങ്ങളാണ്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മക്കളാണ് ഞങ്ങൾ, ഞങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നിങ്ങൾ അങ്ങനെ അവകാശപ്പെടുന്ന ആ ഒരു അവകാശം യഥാർത്ഥ രൂപത്തിലാണെങ്കിൽ ഫതമന്നഉൽ മൗത്ത്, നിങ്ങൾ മരണത്തെ ഒന്ന് ആസ്വദിക്കും, മരണത്തെ ഒന്ന് ആഗ്രഹിക്കും. മരണത്തെ ഇപ്പം മരിക്കാൻ വേണ്ടി പോകുന്ന തയ്യാറാകുന്നു എന്ന് നിങ്ങൾ പറ. ഇൻകുന്തും സാദിഖീൻ, നിങ്ങളുടെ വാക്ക് സത്യസന്ധമാണെങ്കിൽ, നമ്മൾ മുസ്ലിമാണ്, മുവഹ്ഹിദാണ്, 5 നേരം നിസ്കരിക്കുന്നുണ്ട് എന്നൊക്കെ അവകാശപ്പെട്ടിട്ട് എന്ത് വൃത്തികേടും ചെയ്യാൻ മാത്രം നമ്മുടെ നാവുകൾക്ക് പര്യാപ്തമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം മരണത്തേനെ തയ്യാറായി നിൽക്ക്. ഇൻകുന്തും സാദിഖീൻ, നിങ്ങളുടെ അവകാശവാദം ശരിയാണെങ്കിൽ. വലായ തമന്നൗനഹു അബദം ബിമാ ഖദ്ദമത് ഐദീഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ അവരൊരിക്കലും ആഗ്രഹിക്കില്ല മരണത്തെ. അത് ആഗ്രഹിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി. തെറ്റുകുറ്റങ്ങൾ എമ്പാടുമുണ്ട്, ദോഷങ്ങൾ എമ്പാടുമുണ്ട്, ഒരുപാട് പേര് ദ്രോഹിച്ചിട്ടുണ്ട്, ഒരുപാട് പേർക്ക് കൊടുക്കാനുണ്ട്, ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ദോഷങ്ങൾ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ വലാ യതമന്നൗനഹു അബദാ, അല്ലാഹു പറയാണ് അവരൊരിക്കലും മരണത്തെ ആഗ്രഹിക്കുകയില്ല. വല്ലാഹു അലീമും ബിസ്സാലിമീൻ. സഹോദരന്മാരെ, ഇത് യഹൂദന്മാരോടുള്ള അഭിസംബോധനയാണെങ്കിലും വിശ്വാസം സ്വീകരിച്ച വിശ്വാസികൾക്കും ഈ ആയത്ത് ബാധകമാണ്. കാരണം ഇന്ന് മരിക്കാൻ നമ്മൾ തയ്യാറാണോ? ഇല്ല. കാരണം എന്തൊക്കെ വിഷയങ്ങൾ നമ്മളിലുണ്ട്. സഹോദരന്മാർ, എന്താണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്? നമ്മളൊരു വിശ്വാസി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? സൽബുദ്ധി ദുർബുദ്ധിയാകുന്ന, വിശ്വാസം അവിശ്വാസമാകുന്ന അവസ്ഥ ഏത് സമയവും ഒരാളിലേക്ക് കടന്നു വന്നേക്കാം. മതവിശ്വാസി മതനീരാസത്തിന്റെ വക്താവായേക്കാം, ഒരു മുവഹ്ഹിദ് നല്ലൊരു പച്ച യുക്തിവാദിയായിരിക്കാം, അല്ലെങ്കിൽ ശിർക്കം വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരാളായേക്കാം. സുന്നത്തിന്റെ വാക്താവ് എന്ന് അവകാശപ്പെടുന്ന ആള് ചിലപ്പോൾ നേരെ വിരുദ്ധമായ ബിദ്അത്തിന്റെ ആളായേക്കാം. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഹറാമുകളെ പുൽകി മരിക്കേണ്ട ഗതികേട് വന്നേക്കാം. സഹോദരന്മാരെ, എന്താണ്? ഒരു മനുഷ്യന്റെ പരിമിതികളാണ് ഇത് നമ്മോട് പറയുന്നത്. അതുകൊണ്ടാണ് മഹദിയായ ഉമ്മു സൽമ റളിയല്ലാഹു അൻഹയോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, അല്ല ഒരാൾ ചോദിക്കുന്നുണ്ട്. എന്താ ചോദിച്ചെന്നറിയാമോ? യാ ഉമ്മുൽ മുഅ്മിനീൻ, ഏ മഹദി, മാ കാന അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഇൻദകി, താങ്കളുടെ അടുത്തായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദുആ ഇരിക്കുന്ന ദുആ എന്താണ് എന്ന് മഹദിയോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കാലത്ത് കാന അക്സറു ദുആഇ യാ മുകല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക. അതെ അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്നായിരുന്നു പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദുആ ഇരിക്കാറുണ്ടായിരുന്നു എന്നാണ്. അത് കണ്ട മഹദി ചോദിച്ചു, ഫഖുൽതു യാ റസൂലല്ലാഹ് മാ അക്സറു ദുആഇക യാ മുകല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക. അതെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഈ ദുആ അധികരിപ്പിക്കുന്നത്? എൻ്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ എന്ന് ദുആ താങ്കൾ എന്തിനാണ് ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉമ്മു സലമ, താങ്കൾ അറിയണം, ഇന്നഹു ലൈസ ആദമിയ്യുൻ ഇല്ലാ വഖൽബു ബൈന ഉസ്ബുഇനി മിൻ അസാബില്ലാ ഫമൻ ശാഅ ഖാമ വമൻ ശാഅ അസാഖ്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 2 വിരലുകൾക്കിടയിലാണ് മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത്. അവൻ ഉദ്ദേശിക്കുന്നവരെ
ഉദ്ദേശിക്കുന്നവരെ ദീനിൽ പിടിച്ചു നിർത്തുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അതിൽ നിന്ന് തെറ്റിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവരെ ദീനിൽ പിടിച്ചു നിർത്തുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ ദീനിൽ നിന്ന് തെറ്റിക്കുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അല്ലാഹുവേ, എൻ്റെ ദീനിനെ, എൻ്റെ മനസ്സിനെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് ദൈനംദിനം ദിനേന ധാരാളം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, സഹോദരികളെ, എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, ഫസ്തഖിം, താങ്കൾ ഉറച്ചു നിൽക്കണം, താങ്കൾ ഉറച്ചു നിൽക്കണം. കമാ ഉമിർത, താങ്കൾ കൽപ്പിക്കപ്പെട്ടതുപോലെ, താങ്കൾ കൽപ്പിക്കപ്പെട്ടതുപോലെ. വമൻ താബ മഅകി, നിന്നോട് താങ്കളോടൊപ്പം അല്ലാഹുവിലേക്ക് മടങ്ങി വരും എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളും ഉറച്ചു നിൽക്കണം കൽപ്പിക്കപ്പെട്ടതുപോലെ. വലതതഗോ, അതിരി കവിയാൻ വേണ്ടി പാടുള്ളതല്ല. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെയും അറിയുന്നു എന്നാണ്. എന്താണ് ഫസ്തഖിം കമാ ഉമിർത എന്ന് പറഞ്ഞാൽ? താങ്കൾ ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം, ഒരേ നിലപാടുകാരായിരിക്കണം എന്ന് പറഞ്ഞാൽ ഐ കമാ അമറക്കല്ലാഹ് ഫയദ്ഖുലു ഫീ ദാലിക ജമീഉ മാ അമറഹു ബി വജമീഉ മാ നഹാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെയാണ് കൽപ്പിച്ചിട്ടുള്ളത് നിർവഹിക്കാൻ വേണ്ടി അതിൽ ഒരു നിലപാടായിരിക്കണം. എന്താണ് വർജിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അത് പരിപൂർണമായി വർജിക്കണം, അതിലൊരു നിലപാടായിരിക്കണം. സഹോദരന്മാരെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടല്ലോ, മാ നസലത്ത് അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തുൻ ഹിയ അശദ്ദു അലൈഹി മിൻ ആസിലായ. ഈ ആയത്ത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമുണ്ടാക്കിയ മറ്റൊരു ആയത്ത് ഇറങ്ങിയിട്ടില്ല. ഇതുപോലെ പ്രയാസമുണ്ടാക്കിയ മറ്റൊരു ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയിട്ടില്ല. എന്താ ആയത്ത്? ഫസ്തഖിം, നിങ്ങൾ ഉറച്ചു നിൽക്കണം, നിങ്ങൾ ഉറച്ചു നിൽക്കണം. കമാ ഉമിർത, താങ്കൾ കൽപ്പിക്കപ്പെട്ടതുപോലെ, കൽപ്പിക്കപ്പെട്ടതുപോലെ. ഏതുപോലെ? വലിദാലിക ഖാല ശയ്യബത്നി ഹൂദും വഅഖവാതുഹാ. അതേ, സൂറത്ത് ഹൂദും അതിന്റെ സഹോദരിമാരും എന്നെ നരപ്പിച്ചു കളഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കിയ ആയത്താണ്. താങ്കൾ കൽപ്പിക്കപ്പെട്ടതുപോലെ ഉറച്ചു നിൽക്കണമെന്ന ആയത്ത്. സഹോദരന്മാർ, പ്രഖ്യാപിച്ചതിൽ ഉറച്ചു നിന്ന് പിടിച്ചുറച്ച് ദൃഢമായി ചാഞ്ചല്യമില്ലാതെ മരണം വരെ വെച്ച് പുലർത്തുക എന്നത് അത് ചില്ലറ കാര്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാ തർകനൂ ഇലല്ലദീന വലമു, അക്രമം പ്രവർത്തിച്ചവരുടെ പക്ഷത്തേക്ക് നിങ്ങൾ ചാഞ്ഞു പോകാൻ വേണ്ടി പാടുന്നില്ല. വലാ തർകനൂ, നിങ്ങൾ ചാഞ്ഞു പോകരുത്. എങ്ങനെ? അക്രമം പ്രവർത്തിച്ചവരുടെ പക്ഷത്തേക്ക്. അതാണ് അക്രമം പ്രവർത്തിച്ചവർ. ഇലല്ലദീന വലമു എന്ന് പറഞ്ഞ അഹ്ലു ശിർക്ക്, ശിർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പക്ഷത്തേക്ക് നിങ്ങൾ ചാഞ്ഞു പോകരുത്. ഫതമസ്സകുമുന്നാർ, എങ്കിൽ അത് നിങ്ങളെ നരകം ബാധിക്കുക തന്നെ ചെയ്യും. മാലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ സുമ്മ ലാ തുൻസുറൂൻ. അതേ, അല്ലാഹുവിന്റെ പുറമെ മറ്റൊരു ഔലിയാക്കന്മാർ നിങ്ങളെ സഹായിക്കാനില്ല, മറ്റൊരു വഴികൾ നിങ്ങൾക്കില്ല. സുമ്മ ലാ തുൻസുറൂൻ, പിന്നീട് നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല. സഹോദരന്മാർ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ശിർക്ക് ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ അക്രമം ചെയ്യുന്നവരുടെ അവർ പക്ഷത്തേക്ക് നിങ്ങൾ ചാഞ്ഞു പോകരുത് പറഞ്ഞാൽ ആ അക്രമം ഒന്ന് ശിർക്കാണ്, മറ്റെന്താണ് വാദ വ സഹീഹു ഫീ മഅനല്ലായ വ അന്നഹാ ദാലത്തു അലാ ഇജ്റാനി അഹ്ലിൽ കുഫ്രി വൽ മആസി മിൻ അഹ്ലിൽ ബിദി വ ഗൈരിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഹിജ്റയാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് എന്താണ്? ഒന്ന് ശിർക്ക് ചെയ്യുന്ന ആളിൽ നിന്നുള്ള ഹിജ്റ, രണ്ട് തെറ്റുകുറ്റങ്ങൾ എമ്പാട് ചെയ്യുന്ന, ബിദ്അത്തുകൾ ചെയ്യുന്ന, ദീനിൽ പലതും കടത്തിക്കൂട്ടുന്ന അവരുടെ നാടുകളിൽ നിന്നുള്ള ഹിജ്റ. അങ്ങനെ രണ്ട് ഹിജ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട് എന്ന് ഖുർത്തുബി വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇങ്ങനെ ചെയ്യുന്ന ആളിലേക്ക് നിങ്ങൾ ഒരു തരത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ചാഞ്ഞു പോകാൻ വേണ്ടി പാടുന്നില്ല. കാരണം എന്താണ്? സഹോദരന്മാരെ, ചില സഹോദരന്മാരൊക്കെ ഉണ്ട് എന്നറിയോ, നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷമുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പൊ മഹല്ല് കമ്മിറ്റിയാണ്, ഭൂരിപക്ഷം അവരാണ്, എങ്ങനെയാണ് അതിനോട് ഇപ്പൊ പറയാണ്ടിരിക്കുക, എങ്ങനെയാണ് അവരുടെ പക്ഷത്ത് ചേരാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവരിലായിരിക്കുമ്പോ അവരാകും, ഇവരിലാകുമ്പോ ഇവരാകും, അവിടെ പോയാൽ അവിടത്തെ കാരണമാവും. ഇങ്ങനെ ഒരു നിലപാട് കാരണമാണോ? അല്ല. ഒരു തരത്തിലും മറ്റുള്ളവരിലേക്ക്, തിന്മ ചെയ്യുന്നവരിലേക്ക്, ബിദ്അത്തിലേക്ക്, ശിർക്കിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകാനേ പാടില്ല.
കാരണം ദീൻ എന്ന് പറഞ്ഞ എന്താ, അത് ചില്ലറ കളിയും തമാശയല്ല. ദീൻ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ച് നിൽക്കേണ്ട സംഗതി തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഏതി അലന്നാസി സമാനൻ അസ്സാബിറു ഫീഹിം അലാ ദീനിഹി അൽഖൽഖാബിലജം. എന്താണ് ദീൻ എന്ന് പറയുന്നത്? ഒരു കാലം മനുഷ്യർക്ക് വരാനിരിക്കുന്നുണ്ട്. അന്ന് ദീനിൽ ഉറച്ചു നിൽക്കുന്നവർ, ക്ഷമിക്കുന്നവർ തീ കഷ്ണം കയ്യിൽ പിടിച്ചവനെ പോലെ ഉണ്ടാകുക. തീ കഷ്ണം കയ്യിൽ പിടിച്ചാൽ എന്താ ഉണ്ടാകുക? പെട്ടെന്ന് അത് വലിച്ചെറിയാൻ വേണ്ടി നോക്കും, ഒരു തരത്തിൽ പിടിക്കാൻ വേണ്ടി തോന്നില്ല എന്നൊരു അവസ്ഥയായിരിക്കും ദീൻ പിടിച്ച് മുറുകെ ജീവിക്കുന്നവർക്കുണ്ടാകുക. വലിച്ചെറിയാനോ നോക്കാം. അതുകൊണ്ട് തന്നെ അതിലുള്ള ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ? അത് ചില്ലറക്കാരിയല്ല. അത് ഇൽമ് നേടാനുള്ള ക്ഷമയുണ്ട്, ഫിഖ് നേടാനുള്ള ക്ഷമയുണ്ട്, സുന്നത്ത് പഠിക്കാനുള്ള ക്ഷമയുണ്ട്. സഹോദരന്മാരെ, അറിവിന്റെ കുറവ്, ദീനിന്റെ കുറവ്, വർദ്ധിച്ച വിവരക്കേടുകൾ, ക്ഷമ എന്തായി പോകും? മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അത് ചില്ലറ വിഷയമല്ല. ചില ആൾക്കാരുണ്ട്, എന്താ പറയോ, എന്തെങ്കിലും പറയുമ്പോൾ അത് പ്രവാചകന്മാർക്ക് അതൊക്കെ പറ്റുമായിരിക്കും, നമ്മളെന്താ പ്രവാചകന്മാരൊന്നല്ലല്ലോ, നമ്മൾ സഹാബികളൊന്നല്ലല്ലോ. അതുകൊണ്ടാണ് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും ഖുർആനിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി പറഞ്ഞ സംഗതിയുണ്ട്, കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്. എന്തിനാണ് അത് ഇങ്ങനെ പറയാനുണ്ടായെന്ന്? കാരണം എന്നെ നിങ്ങളെപ്പോലുള്ള വെറും സാധാരണ മനുഷ്യനാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ? അല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് പഠിപ്പിക്കപ്പെട്ട ആരാധന കർമ്മങ്ങൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വർജിക്കാൻ വേണ്ടി പറഞ്ഞ എന്തൊക്കെ തിന്മകളുണ്ടോ അത് നമുക്കും വർജിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ പറയുന്നത്, കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ള മനുഷ്യനാണ്. യൂഹാ ഇലയ്യ, പക്ഷെ എന്നിലേക്ക് വഹി എത്തുന്നുണ്ട്. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, ഏകനായ ഇലാഹുണ്ട്. ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂ. കണ്ടാ, ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂ, അവരിലേക്ക് നിങ്ങൾ എന്താക്കണം? നേരെ ചൊവ്വേ നിലകൊള്ളണം. ഉറച്ച നിലപാടുണ്ടായിരിക്കണം, നിലപാടുകളിൽ കാർക്കശ്യമുണ്ടായിരിക്കണം. ഇതിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞതായി കാണാൻ സാധിക്കും. ഫസ്തഖീമു ഇലൈഹി എന്ന് പറഞ്ഞാൽ ഐ അഖ്ലിസു ലഹുൽ ഇബാദത അലാ മിൻവാലി മാ അമറക്കും ബിഹി അലാ അൽസിനത്തിർ റസൂൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് വന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ഒരേ രീതിയിലുള്ള നിലപാടെടുത്ത് ഇഖ്ലാസ് വെച്ച് പുലർത്തുക എന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊരു തഫ്സീർ ബഗവിൽ കാണാം, തവജ്ജഹു ഇലൈഹി ബിത്താഅതി വലാ തമീലു അൻ സബീലി. അതെ, അല്ലാഹുവിനെ അനുസരിക്കുന്ന മാർഗത്തിൽ വളവില്ലാതെ ചെരിയാതെ ഒരേ നിലപാട് വെച്ച് പുലർത്തുന്ന ആൾക്കാർ, വളയാതെ ചെരിയാതെ എലാസ്റ്റിക് ടൈപ്പ് ആകാതെ, അവിടെ പോയാൽ അങ്ങനെ, ഇവിടെ പോയാൽ ഇങ്ങനെ, കൂട്ടുപ്രാർത്ഥന നടത്തുന്നിടത്ത് കൈ ഉയർത്താം, അല്ലെങ്കിൽ വേറെ ശിർക്ക് ചെയ്യുന്നിടത്ത് അവരുടെ കൂട്ടത്തിലാകുക, അല്ലെങ്കിൽ ഏതെങ്കിലും തിന്മ ചെയ്യുന്നിടത്ത്, ഹറാമുകൾ ചെയ്യുന്നിടത്ത് അവരുടെ കൂട്ടത്തിലാകുക. അങ്ങനെയല്ല, മറിച്ചെന്താണ്? നിലപാടുകളിൽ ഒരു വളവില്ലാതെ ചെരിയാതെ ഉറച്ചു നിൽക്കുന്ന ആൾക്കാർ, അവരെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു. നമ്മുടെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞു എന്നിട്ട് ഉറച്ചു നിന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുത്ത് മലക്കുകൾ ഇറങ്ങും. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി ലത്തി കുന്തും തുഅദൂൻ. നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്, നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട എന്ന സന്തോഷ വാർത്ത അവർക്ക് അറിയിക്കുമെന്ന്. എപ്പോഴാണത്? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? സഹോദരന്മാരെ, അങ്ങനെ മരണവേളയിൽ കിട്ടുന്ന സന്തോഷമുണ്ട്. നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്. എന്താണ് അവരുടെ നിലപാട്? എന്താണ് അവർ നിലപാടിൽ ഉറച്ചു നിന്ന ആൾക്കാരാണ് സഹോദരന്മാരെ. അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ നമുക്കറിയാം, കലങ്ങി മറിയാനും കലങ്ങിത്തെളിയാനും തുല്യ സാധ്യതയുള്ള പ്രകൃതമാണ് മനുഷ്യൻ്റെത്. പ്രത്യക്ഷത്തിൽ നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവർ അവന്റെ പര്യവസാനം എന്തായിരിക്കും എന്ന് പോലും നമുക്കറിയില്ല. ചിലപ്പോൾ നല്ല മുത്തക്കിയായി ജനങ്ങളുടെ മുന്നിലുണ്ടായ ഒരു മനുഷ്യനായിരിക്കാം, പക്ഷെ അവന്റെ പര്യവസാനം എങ്ങനെയാണ്? ചിലപ്പോൾ ആ രൂപത്തിലുള്ള ഒരു ലക്ഷണവും ഉണ്ടാവുകയില്ല ഒരു മനുഷ്യന്. അവന്റെ പര്യവസാനം എങ്ങനെയാണ് നമുക്കറിയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയുന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നർ റജുല ലഅലമു അമല അഹ്ലിൽ ജന്ന. ചില ആൾക്കാരുണ്ട്
ആൾക്കാരുണ്ട്, സ്വർഗക്കാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ജനങ്ങൾ കാണിക്കെ സ്വർഗക്കാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവൻ നരകക്കാരനായിരിക്കും. ജനനമുള്ള നല്ല താടിയും നിസ്കാരത്താമ്പൊക്കെയുള്ള ഒരു മനുഷ്യരായിരിക്കും. സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്തറിയോ, അവൻ നരകക്കാരനായിരിക്കും. എന്നാൽ ചില ആൾക്കാർ നരകക്കാരുടെ പ്രവർത്തനം ചെയ്യുന്ന പോലെയൊക്കെ തോന്നിയേക്കും. ചിലപ്പോൾ അയാൾ എന്തായിരിക്കും, അയാൾ സ്വർഗക്കാരനായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സഹോദരന്മാരെ, എന്താണ് ഇതിന്റെ അടിസ്ഥാനം? നന്മ തിന്മയിലേക്കുള്ള മനസ്സിന്റെ അപ്രതീക്ഷിതമായ ചാഞ്ചാട്ടങ്ങളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. നന്മ ചെയ്ത് ജീവിക്കുന്നവർ ചീത്തയാവാനും തിന്മ ചെയ്ത് ജീവിക്കുന്നവർ നല്ലവരായി മാറാനുള്ള സാധ്യതകൾ ഈ ലോകത്ത് എമ്പാടും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് തെറ്റ് ചെയ്യുന്നവർ തെറ്റുകുറ്റങ്ങളിൽ പശ്ചാത്തപിച്ച് നാളെ നല്ലവരായി മാറിക്കൊള്ളണമെന്നില്ല. ഇന്നത്തെ സൽക്രമചാരികൾ നാളെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിക്കുന്നവരും കുറ്റവാളികളുമായി തീരാനുള്ള സാധ്യതയും അത്ര തന്നെയുണ്ട്. ദേഹേച്ഛകളുടെ താണ്ഡവും അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളും രാവിലത്തെ മൂമിനെ വൈകുന്നേരത്തെ കാഫറും വൈകുന്നേരത്തെ കാഫറിനെ രാവിലത്തെ മൂമിനാക്കാൻ മാത്രം ശക്തമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബാദിറു ബിൽ അഅമാലി ഫിത്നൻ കഖിതൈൽ ലൈലി മുസ്ലിമി. അതെ, ഇരുണ്ട പുരണ്ട രാത്രിയെ പോലെയുള്ള കാലങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്രമചാരികളാകുക, നിങ്ങൾ സൽക്രമങ്ങളിൽ മുന്നേറുക. അതെ, രാവിലത്തെ മോമിൻ വൈകുന്നേരം കാഫിറാവും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈകുന്നേരത്തെ മോമിൻ രാവിലെ അയാൾ എന്താകും, കാഫിറാകും. ദുനിയാവിന്റെ വിഭവം കൊണ്ട് ദീനിനെ അയാൾ എന്താക്കും, വിൽക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാണ്. സഹോദരന്മാരെ, കുറ്റകരമായ വിചാരവികാരങ്ങളാൽ മനസ്സ് മലിനപ്പെട്ട സമയത്തായിരിക്കും ഒരുപക്ഷെ അപകട മരണം പോലെയുള്ള മരണങ്ങൾ സംഭവിക്കുന്നത്. അഊദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഏത് സന്ദർഭത്തിലും എപ്പോഴും ഏത് നിമിഷവും മരണം വരിക്കേണ്ടി വന്നാലും ഇസ്ലാമിൽ മരിക്കുന്ന ഒരു അവസ്ഥ അത് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ കഠിനമായി പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. അമവി ഖലീഫയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് ചരിത്രത്തിൽ കാണാം 8 ആൺമക്കളും 14 പെൺമക്കളും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ മരണവേളയിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നനഞ്ഞു. 14 പെൺകുട്ടികൾ. അദ്ദേഹം വലിയ പ്രായമൊന്നുമില്ല. അപ്പൊ ഉമർ മരിക്കുമ്പോൾ അനന്തര സ്വത്തായി നൽകാൻ വേണ്ടി ഒന്നും തന്നെയില്ല. ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാണ്, അമവി ഖലീഫയാണ്. മക്കൾക്ക് അനന്തരമായി നൽകാൻ വേണ്ടി കയ്യിലൊരു സമ്പത്തുമില്ല. അദ്ദേഹം മക്കളെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇന്നീ മാ ഖല്ലബ്തു ലക്കും മാല. എൻ്റെ കുട്ടികളെ, നിങ്ങൾക്ക് സമ്പത്തൊന്നും അനന്തര സ്വത്തായി ഞാനൊന്നും വിജയിച്ചിട്ടില്ല, വിട്ടേച്ചിട്ടില്ല, എൻ്റെ അടുത്തൊന്നുമില്ല. നിങ്ങൾക്കറിയാം, ഇന്നമാ ഖല്ലബ്തു ലക്കുമുൽ വാഹിദുൽ അഹദ്. ഞാൻ വിട്ടേച്ച് പോകുന്നത് ഏകനായ ഇലാഹിനെ മാത്രമാണ്. ദുനിയാവിലൊരു സമ്പത്ത് എൻ്റെ അടുത്തില്ല. ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ലസ് സാലിഹീൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വലി. അവൻ കിതാബ് ഇറക്കിയിട്ടുണ്ട്. വഹുവ യതവല്ലസ് സാലിഹീൻ. സൽക്രമകാരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുമെന്നാണ്. എന്താ പറഞ്ഞറിയോ? മാ തറക്തു ലക്കും മാല ഇൻ കുന്തും തഈന ഫസൗഫ യഹ്ഫദുകുമുല്ലാഹ്. നിങ്ങൾക്ക് തരാൻ ഒരു സമ്പത്തുമില്ല, പക്ഷെ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഏറ്റെടുക്കും. വഇൻ കുന്തും മുസാ, എന്നെ നിങ്ങൾ അല്ലാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്നവരാണെങ്കിലോ ഫമാ തറക്തു ലക്കും മാ തസ്തഈന ബിഹി അലൽ മഅസിയ. പാപങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സ്വത്തും ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോയിട്ടില്ല. അതിലെനിക്ക് ആശ്വാസമുണ്ട്. എന്നാൽ നിങ്ങൾ സൽക്രമചാരികളായി സൽക്രമം ചെയ്യുന്നവരായി മാറിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഏറ്റെടുക്കും. ഫല്ലാഹു ഖൈറുൻ ഹാഫിള. അതെ,
അല്ലാഹുവാണ് ഏറ്റവും വലിയ സംരക്ഷകൻ. വഹുവ അർഹമുർ റഹീമീൻ, അല്ലാഹുവാണ് കരുണ കാണിക്കുന്നതിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. എന്താ പണ്ഡിതന്മാർ പറഞ്ഞതറിയോ? അദ്ദേഹത്തിന്റെ മക്കളെ ഏൽപ്പിച്ച് തവക്കൽ ചെയ്തു. അദ്ദേഹം മരിച്ചു പോയപ്പോൾ പിന്നീട് കാണാൻ വേണ്ടി സാധിച്ചത് കാന അബ്നാഹു മിൻ അഗ്നൽ അഗ്നിയാ ഫിന്നാസ്, ജനങ്ങൾ ഏറ്റവും വലിയ ധനാഢ്യർ, ഏറ്റവും വലിയ സമ്പത്തുള്ളവർ അദ്ദേഹത്തിന്റെ മക്കളായിരുന്നു എന്ന് പിൽക്കാലക്കാർ സാക്ഷ്യപ്പെടുത്തി കാണാൻ വേണ്ടി സാധിക്കും. സഹോദരന്മാരെ, അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് അള്ളാഹുവിനെ ബലമേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപൂർണമായ ജീവിതം നമ്മൾ തിരഞ്ഞെടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കും. നമ്മളെ പര്യവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാക്കി തീർക്കുമെന്നാണ്. അതിനുള്ള പോംവഴി എന്താണ്? ഇസ്തിഖാമത്തുള്ള വഴി എന്താണ്? വലൗ അന്നഹും ഫഅലൂ മാ യുആദൂന ബിഹി ലകാന ഖൈറൻ ലഹും വഅശദ്ദ തസ്ബീത. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വലൗ അന്നഹും ഫഅലൂ മാ യുആദൂന ബിഹി, അവരോട് ഉത്ബോധിപ്പിച്ച കാര്യങ്ങൾ, അവരോട് വഅദ് ചെയ്ത കാര്യങ്ങൾ, അവരോട് ഖുതുബ നടത്തിയ കാര്യങ്ങൾ, അവർക്ക് നാം നൽകിയ നിർദ്ദേശങ്ങൾ അവർ പാലിച്ചിരുന്നെങ്കിൽ ലകാന ഖൈറൻ ലഹും, അത് അവർക്ക് ഏറ്റവും നല്ലതാണ്. വഅശദ്ദ തസ്ബീത, ഏറെ സ്ഥൈര്യം പ്രദാനം ചെയ്യുന്ന സംഗതിയാണ്. ദീനിൽ ഇസ്തിഖാമത്ത് കിട്ടുന്ന സംഗതിയാണ്. അവർ കേട്ട വാദുകൾ, അവരോട് ഉപദേശം കേട്ട സംഗതികൾ, അതിലവർ സ്ഥിരമായൊരു നിലപാട് അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവർക്ക് സ്ഥൈര്യമുണ്ടാകും. നമ്മുടെ നിലപാടെന്താ? നിങ്ങൾ ആറാമ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്കുണ്ട്, നിങ്ങളുടെ വൃത്തികേടുകൾ അത് എനിക്കുണ്ട്, നിങ്ങളുടെ ശിർക്ക് അത് എനിക്കുണ്ട്, നിങ്ങളുടെ ബിദ്അത്ത് അതെനിക്കുണ്ട്, നിങ്ങളുടെ കളവ് പറച്ചൽ അത് എനിക്കുണ്ട്, നിങ്ങളുടെ ഭർത്താവിനുള്ള മോശ സ്വഭാവം അത് എനിക്കുണ്ട്, നിങ്ങളുടെ ഭാര്യയുള്ള മോശമായ സ്വഭാവം അത് എനിക്കുണ്ട്. സഹോദരന്മാരെ, എവിടെയാണ് നമുക്ക് മാറ്റമുള്ളത്? നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പ് നിൽക്കുന്നു, നമ്മൾ അതിന്റെ ആളാണെന്ന് പറയുന്നു, നമ്മുടെ മാറ്റം എവിടെയാണ്? അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഉപദേശങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മരിക്കുന്ന വേളയിൽ പോലും ഇസ്തിഖാമത്തുണ്ടാകും, സ്ഥിര നിലപാടുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലയ്യ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അൽ അമലു ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലയ്യ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അൽ ഇബാദത്തു ഫിൽ ഫിത്നതി കഹിജ്റത്തിൻ ഇലയ്യ. എന്താണെന്നറിയോ? അൽ ഇബാദത്ത്, ആരാധനകൾ, ഫിൽ ഹർജി, അധികരിച്ച കൊലപാതകങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഫിത്നകൾ ഉണ്ടാകുമോ, ആ സമയങ്ങളിലെ ഇബാദത്തുകൾ എന്നിലേക്കുള്ള ഹിജ്റ പോലെയാണ്. എന്നിലേക്കുള്ള ഹിജ്റ പോലെയാണ്. എവിടെയും തിന്മകൾ, എവിടെയും പ്രശ്നങ്ങൾ, എവിടെയും അഴിമതികൾ, എവിടെ നിന്നും കേൾക്കുന്ന വാർത്തകൾ അഴിമതി നിറഞ്ഞ വാർത്തകൾ, ഭീഷണാത്മകമായ അന്തരീക്ഷങ്ങൾ, പേടിപ്പെടുത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾ, ഏത് സമയത്തും വിശ്വാസികൾക്ക് എന്താണ്? അതിലുള്ള ഉറച്ചു നിന്ന നിലപാട് പുലർത്തിയാൽ അത് എന്നിലേക്ക് ഹിജ്റ വന്നവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിരന്തരമായ ദുആയാണ് സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, നമ്മളെ എന്താക്കണം? നമ്മളെ നീ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമെന്ന്. റബ്ബനാ അഫ്ദിഗ് അലൈനാ, റബ്ബനാ അഫ്ദിഗ് അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. റബ്ബനാ അഫ്ദിഗ് അലൈനാ, അല്ലാഹുവേ, നമുക്ക് നീ ക്ഷമ ചൊരിഞ്ഞു നൽകണമേ, നമുക്ക് നീ ക്ഷമ ചൊരിഞ്ഞു നൽകണമേ. അതുപോലെ വസബ്ബിത് അഖ്ദാമനാ, നമ്മുടെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികൾക്കെതിരെ നമ്മളെ നീ സഹായിക്കണമേ. ഇത് സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രാർത്ഥനകൾ കാണാം. നമ്മൾ ആദ്യം പറഞ്ഞു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികം ധാരാളമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. സഹോദരന്മാരെ, പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മരണവേളയിൽ പോലും ഒരു മുസ്ലിമായി മരിക്കാനുള്ള അടിസ്ഥാനപരമായ കാര്യമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജനങ്ങൾക്കൊരു കാലം വരാനിരിക്കുന്നു, ലാ യൻജു ഫീ ഇല്ലാ മൻ ദാ ബിദുആഇൻ കദുആഇൽ ഖരീഖ്. അതേ, വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ വേണ്ടി പോകുന്ന ഒരാൾ എങ്ങനെയാണോ ദുആ ഇരിക്കുന്നത് അതുപോലെ ദുആ ചെയ്താലല്ലാതെ
അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല എന്ന, ജനങ്ങൾക്ക് അങ്ങനെയുള്ളൊരു കാലം വരാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞാൽ നിരവധി നിരന്തരമായുള്ള പ്രാർത്ഥനകൾ അത് നമുക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടുവാനും ഇസ്തിഖാമത്തുള്ള മരണം വരിക്കാനുള്ള അടിസ്ഥാനപരമായ വഴി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ദീൻ പഠിക്കുകയും ഏത് സമയത്തിൽ മരണം വരിക്കേണ്ടി വന്നാലും ഞാൻ മുസ്ലിമായിട്ട് കൊണ്ടേ മരിക്കുകയുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ ആരെങ്കിലുമായി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സഹോദരമായി വെറുതെ നിൽക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കൊടുത്തു വിട്ടാനുള്ളത് മനഃപൂർവ്വം ഞാൻ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ അതിലൊക്കെ ഒരു പോംവഴി കാണുകയും അതിൻ്റെ വഴികളൊക്കെ ശുദ്ധീകരിക്കുകയും എൻ്റെ അഖീദയും എൻ്റെ വിശ്വാസയും അതേ തൗഹീദിൽ അധിഷ്ഠിതമാക്കുകയും സുന്നത്തിനെ സ്നേഹിക്കുന്ന രൂപത്തിലാക്കുകയും എല്ലാ തരത്തിലുള്ള വിദഗ്ധത്തിൽ വെടിഞ്ഞുകൊണ്ടുള്ള ജീവിതം കാഴ്ചവെച്ചാൽ അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് ഉണ്ടാവും. അങ്ങനെ തൗഫീഖ് ലഭിച്ചാൽ നമുക്കേവർക്കും മുസ്ലിമായി മരിക്കാൻ വേണ്ടി സാധിക്കും. മരണം നമുക്ക് സുനിശ്ചിതമാണ്. അങ്ങനെയുള്ളൊരു മരണത്തിന് വേണ്ടി നാം ആഗ്രഹിക്കുക, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം തൗഹീദിൽ അധിഷ്ഠിതമാക്കുക, എല്ലാവിധ വിദഗ്ധകളും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുക. മാപ്പ് ചോദിക്കേണ്ടവർ നമുക്കിടയിലുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക, മാപ്പ് കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക. ബന്ധം മുറിക്കുന്ന അവസ്ഥ നമ്മളിൽ ഉണ്ടെങ്കിൽ ബന്ധം ചാർത്തിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാൻ രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, മരണത്തിൻ്റെ ഏതെങ്കിലും അവസ്ഥയിൽ ഇസ്ലാമിക വൃത്തത്തിന് വ്യതിചലിച്ച് മരണം വരിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ, അള്ളാഹുവേ എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അള്ളാഹുവേ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം നമ്മുടെ അന്ത്യസമയമാക്കുകയും യഖീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളേവരെയും നീ മാറ്റി തീർക്കണമേ. അള്ളാഹുവേ, നമ്മൾ ജീവിച്ചിരിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ ഇസ്തിഖാമത്തും ഇഖ്ലാസും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ മഗ്ഫിറത്തും അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.